കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരുവട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പോഷ് ആക്റ്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോടതി വിധിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ വിധിയിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ ആദ്യം ഒന്ന് പറയാം, അതിനുശേഷം അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. പോയിന്റ് അപ്പം ഇങ്ങനെയാണ്: അൺവെൽക്കം ബിഹേവിയർ അറ്റ് വർക്ക് പ്ലേസ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് സെക്ഷൽ ഹറാസ്മെൻറ്റ് റിഗാർഡ്ലെസ് ഓഫ് ഇൻറ്റൻറ്റ് എന്നാണ് കോടതി പറയുന്നത്. സെക്കൻഡ് പോയിന്റ് ഡീസൻസി ഈസ് നോട്ട് ഡിറ്റർമൈൻഡ് ബൈ വാട്ട് ആൻ ഇൻഡിവിജ്വൽ പെർസീവ്സ് ആസ് അപ്രോപ്രിയേറ്റ് but by how their actions impact the other gender എന്നും പറയുന്നുണ്ട്. The next point, the High Court clarified that any unwelcome behavior that is inappropriate and adversely affects women should undoubtedly qualify as sexual harassment under the Sexual Harassment of Women at Workplace Prevention, Prohibition and Redressal Act 2013 പോഷ് ആക്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് അനുചിതമായ വാക്കും പ്രവൃത്തിയും നമുക്കൊരു പീഡനമായിട്ട് കണക്കാക്കാം എന്നാണ് കോടതി പറയുന്നത്. എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ജോലി സ്ഥലത്ത് സ്ത്രീകൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഏത് പ്രവൃത്തിയും വാക്കും ലൈംഗിക പീഡനമായി കണക്കാക്കപ്പെടും എന്നാണ് നമ്മുടെ കോടതി പറയുന്നത്. അപ്പോൾ ഒരു സ്ത്രീയോട് നമ്മൾ ഇപ്പോൾ ഒരു ജോലി ചെയ്യാൻ പറയുമ്പോൾ, വൈദ്യുദ്യോഗസ്ഥൻ ജോലി ചെയ്യാനായിട്ട് പറയുമ്പോൾ അത് ആ സ്ത്രീക്ക് അസ്വസ്ഥതയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും അതൊരു പീഡനമായിട്ട് കണക്കാക്കുവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ ഒരു പോഷ് ആക്ട് പ്രകാരമുള്ള വിധിയിൽ. ഇനി അതിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. അതായത് ഇത് വനിതാ ഉദ്യോഗസ്ഥയാണ്. അവരെന്ത് ചെയ്തേക്കാണ്, മേലുദ്യോഗസ്ഥനെതിരെ നൽകിയ പരാതി ലൈംഗിക പീഡനമല്ലെന്ന ലേബർ കോടതി വിധി റദ്ദാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ഇങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ പോയിന്റ് ഇങ്ങനെയാണ്: സഹപ്രവർത്തകരുമായി ഇടപെടുമ്പോൾ നിശ്ചിത മാന്യത ഉറപ്പാക്കണം കേട്ടല്ലോ. കൂടാതെ മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു എന്നതിനനുസരിച്ചാണ് മാന്യതയുടെ മാനദണ്ഡം നിശ്ചയിക്കേണ്ടത്. അതായത് നിങ്ങൾ പറയുന്ന കാര്യം അവൾക്ക് അവരുടെ പല കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. ന്യായബോധത്തിൻ്റെ മാനദണ്ഡം ന്യായബോധമുള്ള സ്ത്രീയുടെ മാനദണ്ഡമാണെന്ന US കോടതി വിധിയും ഇവിടെ ജഡ്ജി ഉദ്ധരിച്ചു. ഉദ്യോഗസ്ഥനെ കമ്പനി പുറത്താക്കിയിരുന്നു. ഇയാൾ ജോലി സമയത്ത് പിന്നിൽ നിൽക്കുകയും തോളിൽ തൊടുകയും ഷേക്ക് ഹാൻഡിന് നിർബന്ധിക്കുകയും ചെയ്തെന്നാണ് ഒരു പരാതി. കൂടാതെ ജാക്കറ്റ് കഴിക്കാൻ ആവശ്യപ്പെട്ടെന്നും കമ്പനി ഓവർകോട്ടിനുള്ള അളവ് സംബന്ധിച്ച ചോദ്യങ്ങളുമായി ബുദ്ധിമുട്ടിച്ചെന്നുമുള്ള പരാതിയും കണക്കിലെടുത്താണ് ആഭ്യന്തര പരാതി പരിഹാര സമിതി ICC നടപടി എടുത്തത്. CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ ആരോപണ വിധേയനെ അനുവദിച്ചില്ലെന്ന പേരിലാണ് ലേബർ കോടതി പരാതി തള്ളിയത്. പ്രതിയുടെ പ്രവൃത്തി അസ്വസ്ഥതയുണ്ടാക്കിയെന്നു വ്യക്തമാണെന്നും CCTV ദൃശ്യം പരിഗണിക്കേണ്ടതില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കുകയും ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊരു വർക്ക് പ്ലേസിൽ ഒരു പുരുഷൻ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ സഹപ്രവർത്തകരായിട്ടോ അല്ലെങ്കിൽ കീഴുദ്യോഗസ്ഥരായിട്ടോ സ്ത്രീകൾ ജോലിക്കുണ്ട് എന്നുണ്ടെങ്കിൽ പരമാവധി അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ വാക്കാൽ അതിനെതിരെ പ്രതികരിക്കാതെ അതൊരു സർക്കുലറായിട്ടോ അല്ലെങ്കിൽ നോട്ടീസായിട്ടോ, അതായത് ശബ്ദമില്ലാത്ത രീതിയിൽ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അല്ലാതെ നമ്മൾ നമ്മുടെ റൂമിലേക്ക് വിളിച്ചു വരുത്തി ഏതെങ്കിലും തരത്തിലുള്ള കമ്പനിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും രീതിയിൽ അവരെപ്പറ്റി എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ കേസ് പോവുകയാണ് എന്നുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നുള്ളൊരു കാര്യമാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വാക്കും പ്രവൃത്തിയും ഷേക്ക് ഹാൻഡ് ചോദിക്കുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ തോളിൽ തൊടുക്കുന്നത് പോലും എന്താണ് പീഡനമായിട്ട് മാറാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു കോടതി വിധി പ്രകാരം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, കുറച്ച് കാര്യത്തിനോടുകൂടി കാര്യങ്ങൾ ഡീൽ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. പ്രതികരിക്കുന്ന രീതിയിൽ കുറച്ചും കൂടി ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു മെത്തഡോളജി ഫോളോ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക.
ഓക്കെ. സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.